ആരോപണ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കെ സുധാകരനെതിരെ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ നാടകം ആരംഭിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആരംഭിച്ചതാണ്. അതിൻ്റെ പര്യവസാനം കെ സുധാകരനെ ഡൽഹിയിലും കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അദ്ദേഹത്തിനെ നാണം കെടുത്തി പ്രവർത്തകരുടെ മുന്നിൽ ഒരു സ്ഥാനമോഹിയാക്കി ചിത്രീകരിച്ചും കൊണ്ട് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ മത്സരിക്കുന്ന ആളെ ആക്കി അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളയും ആയിരക്കണക്കിന് ഷോയിബുമാർ ഇനിയുണ്ട്. അവർക്കൊക്കെ സണ്ണി വക്കീൽ ചെയ്ത ചതി മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ മതേതര മുഖങ്ങളായ പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഈ കണ്ണൂർ കിട്ടുന്ന സീറ്റിന് അദ്ദേഹത്തിനെതിരെയും ഇവർ ആരോപണങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. പശുവിനെ കൊന്നാളാണ്, അതുകൊണ്ട് റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് കൊടുത്താൽ കേരളത്തിൽ മറ്റുള്ള സീറ്റുകളിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വളർന്നു വരുന്ന ഓരോ നേതാക്കൾ, ഇപ്പം വി പി റഷീദ് തളിപ്പറമ്പിൽ നിന്ന് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോൾ വി പി റഷീദിനെ ബോധപൂർവം അത് ഇവിടത്തേക്ക് തട്ടി ധർമ്മടത്തേക്ക് തട്ടി ചില ആളുകളുടെ ഫോക്കസാക്കി പാർട്ടിയെ മാറ്റിയത് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. ഇപ്പം 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഇവരെയൊന്നും ആരെയും പേരിൽ കേസില്ല. ഫൈൻ അടക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞാൽ ഇരിക്കൂറിലൊക്കെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റായി വന്നതിന് ശേഷം മാത്രം 3 പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്. പരിസര പ്രദേശത്തൊക്കെ പാർട്ടി ഓഫീസുകളുണ്ട്. പക്ഷേ ഇതൊക്കെ അവസാനം ഒരു ഘട്ടം എത്തിയപ്പോൾ ആണ് ഈ സണ്ണി വക്കീലിനെ പോലുള്ള ആളുകൾ ഒറ്റ രാത്രി കൊണ്ടാണ് കയറി വരുന്നത്. ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്നാണ് DCC പറയുന്നത്. കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആള്, നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലടക്കം ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ഒരാൾ, ഇത് പറയാനും ഇത് ഉയർത്താനും നിങ്ങൾ ആരാണ് എന്നാണ് DCC ചോദിക്കുന്നത്. കാപ്പാട് രമേശൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ കൂടുതൽ താക്കോല് കൊടുത്തിട്ട് ഇപ്പോൾ 14 ദിവസമായിട്ടുള്ളൂ, 15 ദിവസമായിട്ടുള്ളൂ. എന്നെ ഇവർ പുറത്താക്കി എന്ന് പറയുന്നത് 6 മാസം മുന്നെയാണ്. അത് ഇരിക്കൂർ ബാങ്കിൽ UDF നേതൃത്വത്തിൽ നടന്ന വൻ അഴിമതി ഞാൻ പുറത്തു പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്തിലാണ് UDF നേതൃത്വം ലീഗ് ഉൾപ്പെടെയാണ് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ അജണ്ടയുടെ ഭാഗം എന്നെ പുറത്താക്കിയത്. അല്ലാണ്ട് വേറെന്ത് കാരണത്തിന് എന്നെ പുറത്താക്കിന്? നിങ്ങൾ ഈ പറയുന്ന കോക്കസിൽ സണ്ണി ജോസഫിനൊപ്പം മറ്റാരൊക്കെയാണുള്ളത്? മാർട്ടിൻ ജോർജ് ഉണ്ട്, ടിയോ മോഹനുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ അറിയൊക്കെ അതിൻ്റെ പിന്നിലുള്ളവരെല്ലാം ഉണ്ട്. 100% ഒറിജിനൽ കത്ത് എന്ന് വിശ്വസിക്കുന്നതല്ല, ഒറിജിനൽ കത്താന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കത്തിൽ വ്യാജമല്ലാന്ന്. നിങ്ങൾ കണ്ടല്ലേ? സുധാകരൻ്റെ വാക്ക് നമ്മളെ ഫൈനൽ വാക്ക്. ഇപ്പം പത്രസമ്മേളനം വിളിച്ച് തൽക്കാലത്തേക്ക് അവിടുന്ന് ഇനി പത്രസമ്മേളനം നടത്തരുതെന്ന് എൻ്റെ അടുത്ത് സുധാകരൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്മാറിയതാണ്. അപ്പോഴാണ് മാർട്ടിൻ ജോർജ് ചോദിക്കുന്നത് കോൺഗ്രസ് അല്ലാത്ത ആളെങ്ങനെയാണ്. മാർട്ടിൻ ജോർജിൻ്റെ 2-3 ആളാണ് ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനെ തീരുമാനിക്കുന്നത്. ആ മനസ്സിലാക്കേണ്ടത് മാർട്ടിൻ ജോർജ് DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് ഞാനാ തീരുമാനിക്കേണ്ടത്. പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയാലും നമ്മൾ പുറത്തു പോകില്ല. സംഘടനാ സംവിധാനം കോൺഗ്രസിൽ എവിടെയാണ് സംഘടനാ സംവിധാനം? ഇന്ന് അങ്ങനെയാണ് TK കോയിന്നമ്മ അങ്ങനെയാണ് ഇത്ര ഒറ്റ രാത്രി കൊണ്ട് സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിൽ. അതിന് 2-3 ആൾ തീരുമാനിക്കുന്ന ഇതുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താന്നല്ല, സണ്ണി ജോസഫ് അവിടെ ജയിക്കൂല. എന്തിന് വിരോധം? സണ്ണി ജോസഫ് ഒരിക്കലുമില്ല. സണ്ണി ജോസഫിന് ഇപ്പൊ അടുത്ത് പോലും സണ്ണി ജോസഫ് എന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ടുണ്ട്. സുധാകരേട്ടനെ ചതിച്ചതാന്ന് പ്രശ്നമുള്ളൂ. എന്നോട് സണ്ണി ജോസഫിനായിട്ട് ഏത് പരാതി ഞങ്ങൾക്കുണ്ട്? ഞങ്ങൾ സുധാകരേട്ടനെ വേണ്ടിയിട്ടാണ് കോൺഗ്രസിൽ നിന്നത്. സുധാകരേട്ടനെ നശിപ്പിച്ച ഞങ്ങൾക്ക് നഷ്ടമല്ലേ? സുധാകരേട്ടനെ കണ്ടിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചത്. സുധാകരേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കേസ് ജയിലിൽ എല്ലാം നടത്തിയത് സുധാകരേട്ടന് വേണ്ടിയിട്ടാ. മൂപ്പരെ നശിപ്പിച്ച നമ്മൾ പറയും. രണ്ടാമത് വന്ന് മാർട്ടിൻ ജോർജ് ഞാൻ ആരാന്ന് ചോദിച്ചുകൊണ്ട് അത് പറയാനാണ് മാർട്ടിൻ ജോർജിനെ വന്നത്. മാർട്ടിൻ ജോർജ് അടക്കം കാപ്പാട് രമേശൻ എന്ന് പറഞ്ഞ സുധാകരേട്ടൻ്റെ നെഗല, അദ്ദേഹത്തിന്റെ കുടുംബം മരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവര്. സുധാകരേട്ടൻ പലവട്ടം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ അതിന്റെ ചെയർമാൻ എന്നിട്ട് ആ വീട് പൂർത്തിയാക്കിയത്. ആ പരിപാടി പോലും ഈ സണ്ണി പങ്കെടുത്തിട്ടില്ല. മുങ്ങിയത് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനു മുങ്ങിയേ? ഇതിലൊരു കാര്യം പറയാം, ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂരുണ്ടായിരുന്നു. ഈ ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരെ സഹായിച്ച സുധാകരേട്ടന്റെ നിഴലായി ജീവിച്ച കാപ്പാട് രമേശനെ മറക്കാൻ പറ്റുന്ന ആള് ചതിയൻ തന്നെയാണ്. അങ്ങനെ 1000 കാരണങ്ങളുണ്ട്. ഈ കാപ്പാട് രമേശന്റെ വീടിന്റെ താക്കോൽദാനം നടന്നത് ഏകദേശം ഒരു 22 ദിവസം മുമ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും സുധാകരനായിട്ടുള്ള പ്രശ്നങ്ങൾ കത്ത് വരുന്നൊക്കെ ദിവസങ്ങൾക്ക് മുമ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മാത്രം വരാൻ കാരണം എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ പറയാനുള്ള സാഹചര്യം വരണ്ടേ? ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നുന്നത് ഏറ്റവും നല്ല സാഹചര്യം. ചതിയന്മാർക്ക് അതിന്റെ സമയത്തിനനുസരിച്ച് വേണം നമ്മൾ
അതിൻ്റെ പരിഹാരം കൊടുക്കുക. അത് എത്രയാണ്? കണ്ണൂർ ടി.ഒ. മോഹനൻ നാടൊക്കെ ഞാനല്ല, ജനങ്ങളല്ലേ തീരുമാനിക്കാൻ. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. അതേ ജനങ്ങൾ തന്നെ. ഞങ്ങൾ സുധാരേട്ടനൊക്കെ നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ കോൺഗ്രസ് ആക്കിയ ആൾക്കാരുണ്ട്. സുധാരേട്ടൻ എൻ്റെ ഒപ്പം എല്ലാ പാർട്ടിൻ്റെ ഒപ്പരാണ്. 100% ഓരോ പാർട്ടിൻ്റെ ഒപ്പരാന്ന് പറഞ്ഞില്ലല്ലോ. എന്നോട് പത്രസമ്മേളനം സുധാരേട്ടൻ നടത്തരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രസ് ക്ലബിൽ ഞാൻ വരാതിരുന്നത്. ഇല്ല ഇല്ല, അതെ. ആ സുധാരേട്ടൻ പറയരുതെന്ന് പറഞ്ഞിട്ട് അത് സുധാരേട്ടൻ അവർ ചതിച്ചല്ലോ, എല്ലാം ചെയ്ത്. എന്നിട്ട് സുധാരേട്ടനെ ചതിച്ചല്ലോ. അതുകൊണ്ട് ഇപ്പം പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, മാർട്ടിന് ഞാൻ ആരാൻ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അതിന് മാർട്ടിനിക്ക് മറുപടി പറയണമെന്നുണ്ട്. മാർട്ടിനേക്കാൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, മാർട്ടിനേക്കാൾ പാർട്ടിക്ക് പണം ചെലവാക്കിയിട്ടുണ്ട്, മാർട്ടിനേക്കാൾ അണികളെ കൊണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അണികൾ എനിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവരാൻ നമ്മളുണ്ട്. ആ മാർട്ടിൻ എന്ത് മാർട്ടിനെ ഡി സി പ്രസിഡന്റ് സാധനമൊക്കെ സുധാരേട്ടനെ പറ്റിച്ച് വാങ്ങിയതാ, അല്ലാണ്ട് ഒരു യോഗ്യത മാറ്റിനിൽക്കുന്നില്ല. ഒരുപാട് ആളുകളുണ്ടോ? ഞാൻ മാത്രം യോഗ്യത. അങ്ങനെയാണ് 100 കണക്കിന് ആൾക്കാരില്ലേ. റിജിൽ മാക്കുറ്റി, ഞാൻ പറയട്ടെ, ഫർജിൻ മജീദിനെ ഈ മാർട്ടിനും ടീമും കരുതി കൂട്ടി തോപ്പിച്ചതല്ലേ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ. അല്ലാണ്ട് സുധാകരൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മത്സരിച്ച ഫർജിൻ മജീദിന് എന്തുകൊണ്ടാണ് വോട്ടിട്ടുണ്ടായിപ്പോയി? ചതിയാണ്, എല്ലാം ചതിയാണ്. അങ്ങനെ ഒരുപാട് ചതി കുറേയായി ഇവർ തുടങ്ങിയിട്ട്. സുധാരേട്ടൻ്റെ ഒക്കെ നിൽക്കുന്ന എല്ലാ ടീമിനും ചതിക്കുന്നുണ്ട് ഇവര്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ സുധാരേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാം അവരെ നിലപാടിലുണ്ട്. ആ നിലപാട് എന്തായാലും ഉണ്ടാകും. അത് സുധാരേട്ടനെ വേദനിപ്പിച്ച് നമ്മളെ സുധാരേട്ടന് അവർക്ക് ലേശ വേദനിക്കുന്നതാണ്, നമുക്ക് 10 ഇരട്ടി വേദനിക്കും. ആര്? എവിടെ? കണ്ണൂരുണ്ടായിരുന്നല്ലോ. അല്ല, നമ്മൾക്ക് അങ്ങനെ വലിയ, അതായത് പരിഹാരം കാണുമെന്ന അവസാന ഘട്ടം വരെ വിചാരിച്ചത്. ഇവര് രഹസ്യമായിട്ട് ഉള്ളൂട്ട കത്ത് കൊടുത്ത് ചതിച്ചത് അറിയുന്നില്ലല്ലോ. ചതി മനസ്സിലാകുന്ന കത്ത് വന്നതിന് ശേഷമല്ലേ അറിയുന്നത്. ചതിച്ചിട്ടില്ലേ? ചതി മനസ്സിലാക്കുന്ന അദ്ദേഹത്തിനെതിരെ AICC കൊടുത്ത കത്ത് പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പൊ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനു മുന്നേ വന്നിട്ട് ഇത് പറയാലോ. നിങ്ങൾ ഈ പറയുന്ന സണ്ണി ജോസഫിന് ഉണ്ടാവുന്ന പറയുന്ന തിരിച്ചടി ടി.ഒ. മോഹനും ഉണ്ടാവുമോ? കണ്ണൂരിലും ഉണ്ടാവും? അത് ഉണ്ടാവും 100%. ഉദാഹരണമുണ്ട്, ഒരുപാട് ഉദാഹരണമുണ്ട്. എന്ത് കൂടെ ലക്ഷ്യം? ഒരു കൂടെ ലക്ഷ്യമില്ല. അങ്ങനെയാണ് സ്ഥാനത്തിന് വേണ്ടി ഇവരെ പോലെ തന്നെ അവരെ കാല് പിടിക്കാൻ പോയാൽ പോരെ. ഒരാൾക്കും അടിയറ വെക്കുകയും ചെയ്യില്ല, അടിയറ വെച്ചിട്ടുമില്ല. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പൈസ അങ്ങോട്ട് ചിലവാക്കിയതല്ലാതെ കണ്ട് ഇന്ന് വരെ ഒരു നിയമനം, എന്തെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് നേടിയതായിട്ട് തെളിയിക്കാൻ ഈ മാർട്ടിൻ ജോർജിന് പറ്റുവാണെങ്കിൽ തെളിയിക്കട്ടെ. അപ്പം നമുക്ക് പറയാം. CPM-നൊന്നും എന്നെ വിലക്കെടുക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ വിലക്കെടുക്കാൻ ഒരുപാട് ആൾ നോക്കി നിന്ന് സണ്ണിക്കെല്ലാം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നതാന്ന്. നമ്മൾക്കാരെ നമ്മളൊന്നും വിലക്കെടുക്കാൻ കഴിയില്ല. അല്ല, അങ്ങനെയല്ല, എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കൊടുക്കലുണ്ട്, എല്ലാവർക്കും കൊടുക്കലുണ്ട്. എൻ്റെ അടുത്ത് തെളിവുണ്ട്. ആ, പുഷ്ടിപ്പെടലെന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ്? ലോക്കൽ ബോഡിയിൽ സീറ്റ് കൂടിയത് സുധാരേട്ടൻ CUC മുതൽ നടത്തിക്കൊണ്ടുവന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ സമയത്തൊന്നും സുധാരേട്ടനെ ചതിച്ചത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇല്ലേ? നിയമസഭയിൽ സണ്ണിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ. സണ്ണി കോൺഗ്രസിൽ കെ സുധാകരനെ ചതിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അതല്ലേ ലെറ്റർ? അതാ ലെറ്റർ. പരാതി എവിടെയാണ് കൊടുത്തത് വന്ന് പറയട്ടെ. എവിടെയാണ് പരാതി കൊടുത്തിന്? അല്ല, കളവായിട്ട് പറയുന്നത് വിശ്വസിക്കൂല. സുധാരേട്ടന് പരാതി ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങൾ ഓർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിന്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ എന്നത് അദ്ദേഹത്തിന് വേണ്ടി ജീവിച്ച്. ഇപ്പൊ ഷുഹൈബ് കോൺഗ്രസിന് വേണ്ടി മരിച്ചതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി മരിക്കുന്ന സുധാരേട്ടനെ കണ്ടിട്ടാണ് പ്രവർത്തിച്ചിന്. ഒരു ഉദാഹരണം പറയാം. പാർട്ടിക്ക് പുറത്താണെങ്കിലും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. പാർട്ടിക്കാരൻ്റെ കൂടെ തന്നെ ഉണ്ട്. രാഹുൽ മാക്കൂട്ടനും ഞാനും എന്നെ ഒരുപോലെ കൂട്ടരുത്. ഞാൻ അങ്ങനെ പെണ്ണ് കേസിലൊന്നും ഇല്ല. ഇങ്ങനെ എന്നെ അതിലൊന്നും വിളിച്ചു കണ്ട. അല്ല, പാർട്ടിക്ക് പുറത്താളെന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പാർട്ടിയിലുണ്ട്. മാർട്ടിൻ വിചാരിച്ച് പുറത്താക്കെങ്കിലെന്ന്. മാർട്ടിൻ ആ കാണിയും ഒരുപാട്. അത് പാർട്ടി എന്ന് പറഞ്ഞാൽ അകന്നെ പറഞ്ഞ 3-4 കോക്കസുകളായ മാർട്ടിനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാകട്ടെ. എന്നിട്ട് അവര് എനിക്ക് വരുന്നത് ഇവിടെ നടത്തുന്നത് നമുക്ക് കാണുന്നുണ്ടല്ലോ. ഇവർ നടന്ന പേഴ്സണാണ്. തോപ്പിക്കലോ ജയിപ്പിക്കലോ ജനങ്ങൾ തീരുമാനിക്കും. സുധാരേട്ടനെ ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിൽ നമ്മൾ ഉറച്ചിക്കുന്നുണ്ട്. ആരോട്? സണ്ണിയുടെ മണ്ഡലത്തിൽ എനിക്കിഷ്ടം പോലെ കുടുംബം. എൻ്റെ കുടുംബത്തിന് 2000 വോട്ടുണ്ട്. അത്ര കേട്ടാൽ മതി. ആ ഉണ്ട്. അതാർക്ക് ചെയ്യണമെന്ന് നമ്മൾ ആ കുടുംബം തീരുമാനിക്കും. അതെന്തോ ആട്ടെ, എൻ്റെ കുടുംബം തീരുമാനിക്കും അവരാർക്ക് ചെയ്യണമെന്ന്. വെളിയമ്പറ, പെരിയത്തിൽ, ചാവശ്ശേരി, ഉളിയിൽ പ്രദേശ കാക്കയങ്ങാട് വരെ 2000 വോട്ട് എൻ്റെ കുടുംബത്തിന് മാത്രമേ ഉണ്ട്. അത് ഗ്യാരണ്ടിയാണ്.
അത് തോക്കോ ജയിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട ബോസേ. സുധാകരേട്ടനെ ചതിച്ചിട്ടുണ്ട്. ഞാൻ പറയും അതുപോലെ കോൺഗ്രസിൻ്റെ കുടുംബം, കോൺഗ്രസ് കുടുംബം എന്ന് പറയുന്ന സുധാകരേട്ടനാണ്. ഓറെ ചതിച്ചെന്ന് പൂർണ്ണ ബോധ്യം കണ്ണൂരെ എല്ലാ കോൺഗ്രസ്സുകാർക്കുണ്ട്. ഓറ് പാർലമെൻറ്റിൽ MP അല്ലേ, പിന്നെ എന്നെ MLA മത്സരിക്കും. MP ഇല്ല എന്ന് ഓർ അന്നേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഓറെ നിർബന്ധിച്ച് ആക്കിയതൊക്കെ സണ്ണിയാണ്. അതെല്ലാം വലിയ പ്ലാൻ്റെ ഭാഗമാണ്. ഓറ് പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. ഓറ് പറയില്ല. അതാ അതുകൊണ്ടാണ് പത്രസമ്മേളനം നമ്മൾ പിന്മാറിയത്. ആരോപണം നടത്തണ്ടെന്ന് വിചാരിച്ച് സുധാകരേട്ടൻ പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചിരുന്നു, പത്രസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു. ഞാൻ 11 മണിക്ക് പത്രസമ്മേളനം വിളിച്ചതാണ്. ഞാൻ അവിടുന്ന് പിന്മാറിയതാണ്. എന്നെ ഇനിയിപ്പോൾ തന്നെ നമ്മളിപ്പോൾ പറയും ഓർക്ക് ഇനി ഇതിനാക്കടിയും ദോഷം എന്താ വരാനുള്ളത്? KPC പ്രസിഡന്റ് സ്ഥാനം പിടിച്ചേറ്റി ജനങ്ങളിപ്പം ഫേസ്ബുക്കിൽ മുഴുവൻ സുധാകരേട്ടനെ ചീത്ത പറയാ. ഞാൻ കണ്ടിട്ടില്ല. നോക്കാം, കോൺഗ്രസ്സുകാർ UDF എത്ര ആൾ സുധാകരൻ്റെ ചീത്ത പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതെല്ലാം സഹിക്കാൻ പറ്റുന്നില്ല. വെറുതെ ഓരോ ചീത്ത പറയിപ്പിക്കാനുള്ള പ്ലാൻ ഇവരെടുത്തതാണ്. അതിൻ്റെ മെയിൻ ഉത്തരവാദി സണ്ണി വക്കീലാണ്.